വൈകിപ്പിക്കരുത്. പിന്നെ നിസ്കരിക്കാമെന്ന് പറഞ്ഞു മാറ്റിവെക്കരുത്. ചില സാഹചര്യങ്ങളുണ്ട്, അത് വേറെ. ചില സാഹചര്യങ്ങളുണ്ട്, അത് വേറെ. അനാവശ്യമായിട്ട് നിസ്കാരം പിന്നെ നിസ്കരിക്കാമെന്ന് പറഞ്ഞു മാറ്റിവെച്ച നടക്കോ? നിങ്ങൾ നടക്കും, നിസ്കാരം നടക്കൂല. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ, അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. 2, വീട്ടിലേക്ക് ഒരു അതിഥി വന്നാൽ ഭക്ഷണം കൊടുക്കുന്നത് വൈകിപ്പിക്കരുത് എന്ന് നബിയുനാ റസൂലുള്ളാഹി. എങ്ങനെ? വീട്ടിൽ ഒരു അതിഥി വന്നു, അതിഥി വന്നാ പറയുവോ എനിക്ക് കഴിക്കാൻ ഭക്ഷണം വേണോന്ന് ചോദിക്കുവോ? നിങ്ങൾ എന്താ വെടി കൊണ്ടതുപോലെ ഇരിക്കണേ? എനിക്ക് വിശന്നാ ഞാൻ ചോദിക്കും, അത് വേറെ വിഷയം. എനിക്ക് വിശന്ന് കഴിഞ്ഞാൽ ഞാൻ ഏത് വീട്ടിലാണെങ്കിലും എനിക്ക് ഭക്ഷണം, ഞാൻ വഴുത് കഴിക്കണപ്പോൾ സംഘാടകർ ഞാൻ പറയും ഭക്ഷണം വിളമ്പിക്കും, എനിക്ക് വിശക്കെന്ന് പറയും. പക്ഷെ വീട്ടിലൊരു അതിഥി കടന്നു വന്നാൽ നമ്മളോട് ഭക്ഷണം ചോദിക്കില്ല. അത് അറിഞ്ഞു കൊടുക്കണം. അപ്പൊ നിങ്ങൾ അതിനെ താമസിപ്പിക്കരുത് എന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. 3 വീട്ടിൽ ആരെങ്കിലും മരണപ്പെട്ടു കഴിഞ്ഞാൽ, വാപ്പയോ ഉമ്മയോ കൂടപ്പുറപ്പോ ആരെങ്കിലും മരിച്ചു കഴിഞ്ഞാൽ കാണണ്ടവരെ കാണിച്ചിട്ട് പെട്ടെന്ന് നീ കബറടക്കണേ എന്ന് നബിയുനാ റസൂലുള്ളാഹി. വെച്ചോണ്ടിരുന്ന അവസാനം അവര് തന്നെ പറയും ഇതെവിടെങ്കിലും കൊണ്ടുപോയി കുഴിച്ചിടാൻ. വെച്ചുകൊണ്ടിരുന്നാൽ അവര് തന്നെ പറയും ഇത് പെട്ടെന്ന് കൊണ്ടുപോകാൻ. അതൊരവസ്ഥ. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. 4, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വിവാഹപ്രായം എത്തിക്കഴിഞ്ഞാൽ കല്യാണം കഴിച്ചു വിടാം. ഒരാണിനും പെണ്ണിനും വിവാഹപ്രായമെത്തി. ആ വിവാഹപ്രായം എത്തിക്കഴിഞ്ഞാൽ വൈകിപ്പിക്കരുത് കല്യാണം. അവരുടെ കല്യാണം എത്ര എളുപ്പത്തിൽ നടത്തി കൊടുക്കാൻ പറ്റുമോ അത്ര എളുപ്പത്തിൽ നടത്തി കൊടുക്കണം. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് അതിനുള്ള യോഗമുണ്ടാകില്ല. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. ബക്കറ്റ് എടുക്കാറായോ? കുറച്ചു കഴിഞ്ഞെടുത്താ പോരെ. അള്ളാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, 4ാമത്തെ കാര്യം, വിവാഹപ്രായം എത്തിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? കെട്ടിച്ചു വിടണം. ഇല്ലെങ്കിൽ ഇങ്ങനെ നടക്കും, ബസ് സ്റ്റോപ്പിലും ബസ്സിന്റെ പുറകിലൊക്കെ ഇങ്ങനെ നടക്കും, വാട്സപ്പും ഫേസ്ബുക്കും ഒക്കെ ആകും. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. 5ാമത്തെ കാര്യം, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എന്തെങ്കിലും തെറ്റ് ചെയ്തു കഴിഞ്ഞാൽ തൗബയെ നീ പിന്തിപ്പിക്കരുത് എന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, ജീവിതത്തിൽ ഒരു തെറ്റുപറ്റി, നാളെ ചെയ്യാമെന്നല്ല, എത്ര പെട്ടെന്ന് നിനക്ക് തൗബ ചെയ്യാൻ കഴിയുമോ അത്രയും പെട്ടെന്ന് നീ തൗബ ചെയ്യണം. അള്ളാഹു നമുക്ക് തൗബ ചെയ്ത് മരിക്കാൻ ഭാഗ്യം തരുമാറാകട്ടെ. 6ാമത്തെ കാര്യം, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എന്തെങ്കിലും സദഖ കൊടുക്കണമെന്ന് തീരുമാനിച്ച അപ്പൊ തന്നെ കൊടുത്തോണം. എന്തെങ്കിലും ഒരു സദഖ കൊടുക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ അപ്പൊ തന്നെ